കാര്യം. അതേപോലെ തന്നെ ഇപ്പോൾ ഏറെ രസകരമായി പ്രചരിക്കുന്നത് ഷിബു ബേബി ജോണിന് KN ബാലഗോപാൽ നൽകുന്ന ഒരു മറുപടിയാണ്. നിയമസഭയിൽ ഷിബു ബേബി ജോൺ ഉന്നയിച്ചൊരു ആരോപണത്തിന് ചാടി എണ്ണീറ്റ് മറുപടി കൊടുക്കുന്നത് KN ബാലഗോപാലാണ്. എന്നാൽ ഈ സമയത്ത് പ്രതിപക്ഷ നേതാവായ പിണറായി വിജയൻ മിണ്ടാതിരിക്കുകയായിരുന്നു. ചാടി എണ്ണീറ്റ ബാലഗോപാൽ എന്തിനാ കേട്ടുകൊണ്ടിരിക്കുന്നത്, വല്ലതുമൊക്കെ പറയേണ്ടതാണ് എന്നായിരുന്നു പറഞ്ഞത്. ഇത് പിണറായിയുടെ നേർക്ക് നോക്കിയായിരുന്നു അദ്ദേഹം സംസാരിച്ചത്. ഇപ്പോൾ ഇത്ര അസഹിഷ്ണുത എന്താ സാർ? ഞാൻ അതിനെ കുറിച്ച് ഒന്നും ഒരു മറുപടിയും പറഞ്ഞില്ല സാർ. സാർ ഞാനൊരു മറുപടിയും പറഞ്ഞില്ല. ബാലഗോപാൽ എന്താണ് സാർ ഇല്ലാത്ത കാര്യം പറഞ്ഞു. രാവിലെ ഒരു കാര്യം പറഞ്ഞു, ഇവിടെ പ്രതിപക്ഷ നേതാവ് സംസാരിച്ചാണ് അക്കാര്യം പറഞ്ഞു. പക്ഷെ ഇതില്ലാത്ത കാര്യം എന്നെ പറ്റി ഒരു നേതാവ് പറഞ്ഞു എവിടോ എന്ന് പറഞ്ഞിട്ടാ. അങ്ങനെയൊന്നും പറഞ്ഞിട്ട് പോകുന്നത് ശരിയല്ല. ഈ സഭയുടെ സമയം അതിനുപയോഗിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ നിരന്തരമായി ഗവൺമെന്റ് വന്നതിന് ശേഷം ഇതാണ് ആൾക്ക് തീരെ വിദ്യാഭ്യാസം വിവരമൊന്നും ഇല്ലേ, വീട്ടിൽ തീരെ പറയുള്ളൂ തെണ്ടി. നിരന്തരമായി ഗവൺമെന്റ് വന്നതിന് ശേഷം ഇതാണ് നിരന്തരമായി രീതിയാണ് സാർ. എല്ലാവർക്കും പറയേണ്ടതാണ്. എന്താ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുന്നത്? ഇങ്ങനെ ഇവര് പറയുന്നത് കേട്ടോണ്ടിരിക്കേണ്ടത് അവരെ രാഷ്ട്രീയ പ്രചരണത്തിൽ അങ്ങനെ പറയരുത്. ആദ്യമൊക്കെ ഒന്ന് ഇടഞ്ഞു നിൽക്കും, പിന്നെ പതുക്കെ ഇണങ്ങും. എല്ലാവർക്കും പറയേണ്ടതാണ്. എന്താ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുന്നത്? ഇങ്ങനെ ഇവര് പറയുന്നത് കേട്ടോണ്ടിരിക്കേണ്ടത് അവരെ രാഷ്ട്രീയ പ്രചരണത്തിന് ഉപയോഗിക്കുന്നത് കേട്ടോണ്ടിരിക്കണം. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് നമ്മൾ സ്വയം നിയന്ത്രിക്കേണ്ടത്. സെൽഫ് കൺട്രോൾ. ഓഹോ, നീ സ്വയം നിയന്ത്രിച്ചു നിന്നതല്ലേ? ഇങ്ങനെ മിണ്ടാൻ പറ്റാതെ നിൽക്കുന്നതിന് ഞങ്ങളുടെ നാട്ടിൽ എന്താ പറയാന്നറിയോ? അണ്ണാക്കിലെ പിരിവെട്ടി. പ്രതിപക്ഷ നേതാവ് ദയവായിട്ട് ഒരു മിനിറ്റ്. ഇത് നേതമായ രീതികളിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായ രീതിയിലാണ് പോകുന്നത്. നമ്മുടെ പാർലമെന്ററി നടപടിക്രമങ്ങളിൽ സാധാരണ സ്വീകരിക്കുന്ന എല്ലാ രീതികളും അങ്ങക്ക് നല്ലതുപോലെ അറിയാവുന്നതാണ്. അതിൽ നിന്ന് വിവരമുള്ളവർ എന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ച് വിവരമില്ലാത്ത സാറെന്തിനാ മറുപടി പറയാൻ പോകുന്നത്? വ്യത്യസ്തമായ രീതിയിൽ പറയുകയാണ്. ചിലരെ പ്രത്യേകമായി പറഞ്ഞു വിടുകയാണോ എന്നൊരു ശങ്ക ഇതെല്ലാം കേൾക്കുമ്പോൾ ഈ തരത്തിൽ ആക്ഷേപിക്കാൻ വേണ്ടി. അപ്പൊ അതുമായി സഹകരിക്കാൻ ഞങ്ങൾ ഏതായാലും ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ബഹിഷ്കരിക്കുകയാണ്. സർക്കാർ ഉത്തരവായി. സിന്ദാബാദ്.